നമ്മൾ ഇന്ന് നോക്കുന്നത് SWDTM ഉപയോഗിച്ച് എങ്ങനെ ഓട്ടോകാഡിൽ ക്രോസ് സെക്ഷൻ അഥവാ എൽ പ്രൊഫൈൽ വരയ്ക്കാം എന്നതാണ്. അതിനായി നമ്മൾ എക്സലിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഫയലാണിത്. ചെയിനേജും റെഡ്യൂസ്ഡ് ലെവലും. ചെയിനേജ് എന്നാൽ ഡിസ്റ്റൻസും ആ ഡിസ്റ്റൻസിൽ വരുന്ന എർത്തിൻ്റെ ലെവലുമാണ് ഇതിൽ കാണുന്നത്. ഈ റാമ്പ് വരുന്നിടത്തെ എർത്ത് ലെവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു സ്ലോപ്പായ സ്ഥലത്താണ് നമ്മൾക്ക് ഈ റാമ്പ് പണിയേണ്ടത്. അപ്പോൾ ഇവിടെ റാമ്പ് പണിയുമ്പോൾ നമുക്ക് എന്തോരം എർത്ത് കട്ട് ചെയ്യേണ്ടി വരും, റാമ്പ് എങ്ങനെയാണ് കിടക്കുന്നത്, എർത്ത് എങ്ങനെയാണ് കിടക്കുന്നത്, എർത്തിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നത്. നമ്മൾ പണിയാൻ പോകുന്ന റാമ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തെ ലെവലാണ് ഓട്ടോകാഡിൽ കാണിച്ചിരിക്കുന്നത് 112.35. ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ എർത്ത് ലെവലാണ്. റാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തെ എർത്ത് ലെവലാണ് 120.02. അവിടെ നിന്ന് 2 മീറ്റർ മാറിയിട്ടുള്ള ലെവലാണ് അടുത്തത് 120.230. ഓട്ടോകാഡിൽ നമ്മുടെ ലെങ്ത്ത് മീറ്ററിലാണ് കിടക്കുന്നത്, 2 മീറ്റർ. നമ്മൾ എക്സലിൽ സെൻറ്റിമീറ്ററിലായിട്ടാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 3ാമത്തെ ലെവലിലേക്കുള്ള ലെങ്ത്താണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്, 6 മീറ്റർ. 4ാമത്തെ ലെവലിലേക്കുള്ള ലെങ്ത്താണ് കൊടുത്തിരിക്കുന്നത് 9 മീറ്റർ. നമ്മൾ ഈ ഓട്ടോകാഡ് ഡ്രോയിങ്ങിൽ നിന്നുമാണ് എക്സലിലേക്ക് ഈ ഡേറ്റയെല്ലാം മാറ്റിയിരിക്കുന്നത്. നമ്മൾക്ക് ഇത് വച്ചിട്ട് എങ്ങനെ ക്രോസ് സെക്ഷൻ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓട്ടോകാഡിൽ ഒരു പുതിയ പേജ്, ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് SWDTM ഓപ്പൺ ചെയ്യാം. SWDTM ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോയാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എക്സൽ ഫയലിലെ എർത്ത് ലെവലും ചെയിനേജും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓട്ടോകാഡിൽ ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്ന ബ്ലാങ്ക് പേജിലേക്ക് വരിക. അതിനുശേഷം SWDTMൽ എക്സ് സെക്ഷനിൽ ഡ്രോ എൽ പ്രൊഫൈൽ ഓർ എക്സ് സെക്ഷൻ സെലക്ട് ചെയ്യുക. ഡ്രോ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോയാണ് ലഭിക്കുന്നത്. അതിൽ ഫീൽഡ് ഡേറ്റ എന്നിടത്ത് ഫ്രം എക്സൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ പേജ് സൈസ്, ഹൊറിസോണ്ടൽ സ്കെയില്, വെർട്ടിക്കൽ സ്കെയില്, പ്ലോട്ട് ലെങ്ത്ത്, പ്ലോട്ട് ഹൈറ്റ്, ഇതെല്ലാം നമുക്ക് ആവശ്യമായ സ്കെയിലിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സിക്യൂട്ടീവ് പ്രസ് ചെയ്യുക, ഡ്രോ ഓൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓട്ടോകാഡിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എർത്തിൻ്റെ ക്രോസ് സെക്ഷൻ അതിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ലെവൽ, ചെയിനേജ് എല്ലാം ഇതിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതെല്ലാം കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന്. 120.02, 120.230, 120.205. സ്കെയിലും ലെങ്ത്തും എല്ലാം കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ എർത്തിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന റാമ്പിൻ്റെ റെഡ്യൂസ്ഡ് ലെവലും നമ്മുടെ കയ്യിലുണ്ട്. സെയിം പ്രൊസീജിയർ വെച്ച് നമുക്ക് റാമ്പിൻ്റെയും ഒരു ക്രോസ് സെക്ഷൻ വരച്ച് ഇതിലേക്ക് മെർജ് ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മുടെ റാമ്പും എർത്തിൻ്റെ ക്രോസ് സെക്ഷനും കൂടി മെർജ് ചെയ്ത ഡ്രോയിങ്. ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം റാമ്പ് എങ്ങനെയാണ് വരുന്നത്, എർത്ത് എങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോ 10 മീറ്ററിലും വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ആ ഓരോ 10 മീറ്ററിലും നമുക്ക് റാമ്പിൻ്റെയും എർത്തിൻ്റെയും ഇടയിലുള്ള ഏരിയ നോക്കിയാൽ അതിൻ്റെ കൂടെ റാമ്പിൻ്റെ വീതിയും കൂടി നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം കട്ടിങ് വരുന്നുണ്ട് എന്ന്. 75 m² ആണ് അത്രയും ഏരിയയിൽ വരുന്നത്. 5 മീറ്റർ റാമ്പാണെങ്കിൽ 375 m³ 10 മീറ്ററിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. 10 മീറ്റർ വീതിയുള്ള റാമ്പാണെങ്കിൽ 750 m³ നമുക്ക് 10 മീറ്ററിൽ കട്ട് ചെയ്യേണ്ടി വരും. ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് കട്ടിങ്ങിൻ്റെയും ഫില്ലിങ്ങിൻ്റെയും എല്ലാം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്.